ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. ഇന്ന് 13th ജൂൺ. അപ്പൊ ഇന്നത്തെ എന്റെ ബില്ല് കാണിക്കുന്ന പെർഫോമൻസ് നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ 4 സിഗ്നൽസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ 2 ഫുഡ് സൈഡ് നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, കോൾ സൈഡിൽ എൻട്രി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കോൾ സൈഡിൽ വന്ന 2 എൻട്രിയും സോഫ്റ്റിൽ നമുക്ക് കൺഫർമേഷൻ വന്നില്ല. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫുഡ് സൈഡ് മാത്രം നമുക്ക് കൺഫേം ആയിട്ടുള്ള എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കൺഫേം ആയിട്ടുള്ള എൻട്രീസ് എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഈ സോഫ്റ്റിന്റെ സ്ട്രാറ്റജി ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് പെട്ടെന്ന് 25,900 പെർഫോമൻസ് ആണ്. നമുക്ക് ട്രേഡ് വന്നിരിക്കുന്ന റേറ്റ് ആണ് 313.60. 9:15 ശേഷം വന്ന ട്രേഡാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 110 പോയിന്റ് മേളിൽ കയറി നിൽക്കുവാണ്. നമുക്ക് സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാറും പ്രൈസോണാണ് നമ്മുടെ കൺഫർമേഷൻ വരേണ്ടത്. പക്ഷേ പ്രൈസ് നമ്മുടെ താഴത്തെ ബാർ ആക്ച്വലി കൺഫർമേഷൻ ആയത് ഈ ഒരു ക്യാൻഡിലാണ്. കാരണം അവിടെ വെച്ചാണ് അവിടെ നിന്നാണ് മാർക്കറ്റ് കയറിയത്. ഇത് ആക്ച്വലി കൺഫർമേഷൻ അവിടെ കിട്ടാഞ്ഞെന്ന് വെച്ചാൽ സിഗ്നലിന്റെ ടൈമിൽ കിട്ടാഞ്ഞ സൈഡ് വേ ഇൻഡിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ് ബാർ കൺഫർമേഷൻ കിട്ടാഞ്ഞത്. പക്ഷെ നമുക്കത് കൺഫേം ആയ ശേഷം മാർക്കറ്റ് കയറി തുടങ്ങി. ഇവിടെ കണ്ടു, ഇവിടെ ഒരു ചെറിയൊരു സൈഡ് വന്നിട്ടുണ്ട്. അതായത് ആ ടൈമിലാണ് നിഫ്റ്റി ഒരു അപ്പ് മൂവ്മെന്റ് കാണിച്ചത്. പക്ഷെ നമ്മുടെ സോഫ്റ്റിനകത്ത് അത് കൺഫർമേഷൻ കിട്ടിയില്ല. അതിനുശേഷം താഴത്തെ ബാറിലും ചേഞ്ചസ് വരാവുന്നതാണ്. അതായത് അത് അപ്പ് സൈഡിലോട്ട് പോകുന്നത് തന്നെയാണ്. അതിനുശേഷം റെസിസ്റ്റന്റ് എടുത്ത് അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. ഇപ്പോഴും അത് അപ്പ് ട്രെൻഡ് തന്നെയാണ്.